വരുന്ന സമയത്ത് അത് ആത്യന്തികമായിട്ട് സത്യത്തിൽ ഒരു നന്മ തന്നെയാണ്. ഇപ്പൊ പൂർവ്വ ജോസഫ് പറയുന്നില്ല, നിങ്ങൾ എനിക്ക് തിന്നെയാണ് ചെയ്തത്, പക്ഷെ ദൈവം അത് നന്മയ്ക്ക് വേണ്ടി ദൈവം എത്രയോ പണ്ട് എന്നെ ഇങ്ങോട്ട് അയച്ചതല്ലേ എന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പൊ ആത്യന്തികമായിട്ട് അനുഭവിച്ചറിയുമ്പോൾ എന്താ ദൈവം എത്ര നന്മ ചെയ്തു. പക്ഷെ പൂർവ്വ ജോസഫ് അന്നത്തെ കാലത്ത് എന്താ പൊട്ടക്കിണറ്റിലെടുത്തിരുന്നു, പുറങ്കൊപ്പായ ഊരി എടുക്കുന്നു, പിന്നെ മിദ്യാൻകാർക്ക് വിൽക്കുന്നു, പിന്നെ അവിടുന്ന് അടിമയായിട്ട് വിൽക്കപ്പെടുന്നു, പിന്നെ അവിടുന്ന് പാപത്തിന് രക്ഷപ്പെട്ട് ജയിലിലടയ്ക്കപ്പെടുന്നു, അവിടുന്ന് ജയിലിൽ നിന്ന് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിശ്ചയിച്ചു നോക്കിയത്. അപ്പൊ അതുകൊണ്ട് പൂർവ്വ ജോസഫിനെ സംബന്ധിച്ച് നിർമ്മല ഹൃദയമുള്ളത് കൊണ്ട് ദൈവം നല്ലവനാണ്. ഒരിക്കൽ പോലും ദൈവത്തെ പഴി പറഞ്ഞില്ലല്ലോ. ഞാൻ എത്ര തെറ്റ് ചെയ്തിട്ട് ഈ സഹോദരന്മാരെ ചോദിച്ച് ദൈവത്തോട് പരാതി പറഞ്ഞത് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? പൂർവ്വ ജോസഫ് കരഞ്ഞു എന്ന് പറഞ്ഞ് ബൈബിൾ രേഖപ്പെടുത്തിയപ്പോൾ സഹോദരന്മാർ തിരിച്ചു വരുന്ന സമയത്ത് ഒരിക്കൽ പോലും പകരം വീട്ടിയില്ല, ഒരിക്കൽ പോലും ഒന്നും ചെയ്തില്ല. കാരണം ദൈവം നല്ലവനാണ്. അതാണ് നിർമ്മല ഹൃദയമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും ദൈവം നല്ലവനാണ് എന്നൊരു തോന്നലിൽ അങ്ങനെ അങ്ങോട്ട് വരാത്തത്. നിങ്ങളൊന്നും അങ്ങനെയല്ല കേട്ടോ. നിങ്ങളെല്ലാവരും ദൈവം നല്ലവനാണ് എന്നുള്ള ചിന്തയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഉറപ്പായിട്ട് ഞാൻ അങ്ങനെ തന്നെ പറയാം. ഏതായാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് അതാണ് നിർമ്മല ഹൃദയർക്കെല്ലാം നിർമ്മലമാണ്. എന്നിട്ട് പറയുകയാണ് അല്ലേ, പിന്നെ ഒരു നല്ലൊരു വചനമുണ്ടല്ലോ, നിഷ്കളങ്കനോട് നിഷ്കളങ്കമായും നിർമ്മലനോട് നിർമ്മലമായും അവിടുന്ന് പെരുമാറുന്നു. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ അതുകൊണ്ടാണ് മറ്റൊരു പാട്ട്, നിർമ്മലമായ പാട്ട് ഞാൻ പാടി ശരിയായല്ല, അങ്ങനെയൊക്കെ ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ദാവീദ് പ്രാർത്ഥിക്കുക, കർത്താവ് നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് തരണമേ, എങ്കിലേ ദൈവത്തെ അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതങ്ങോട്ട് ശരിയായി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ബാക്കി ഈ ദൈവത്തിന്റെ എല്ലാ പ്രവൃത്തിയും നമുക്ക് നല്ലതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമുക്ക് മോശമാണെന്ന് കരുതുന്ന ഒന്നുമില്ല. അതുകൊണ്ടാണ് ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാൻ പറ്റുകയല്ലെന്ന് പ്രഭാഷകൻ പറയുന്നത്. എല്ലാം യഥാകാലം നന്മയാണെന്ന് മനസ്സിലാവും ആർക്ക്? നിർമ്മല ഹൃദയമുണ്ടാവും. കർത്താവ് നിങ്ങൾക്കൊരു നിർമ്മല ഹൃദയം തന്നിട്ടുണ്ട് കേട്ടോ. അത് കേട്ടുപാടില്ല, സൂക്ഷിച്ചാൽ മതി. അത് സഭാപ്രസ്ഥാനം മതി. എനിക്ക് നിർമ്മലമായ നല്ലൊരു ഹൃദയം കർത്താവ്, എന്റെ സങ്കീർണ പ്രശ്നങ്ങൾ എന്റെ തന്നെ സൃഷ്ടിയാണെന്നാണ് പറയുന്നത്. അതങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി, അപ്പൊ എല്ലാം ശരിയാവും. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. സംസാരിക്കുന്നതിലൂടെ, അനുദപിക്കുന്നതിലൂടെ, വചനം വായിക്കുന്നതിലൂടെ ഒക്കെ നമുക്ക് നല്ല നിർമ്മല ഹൃദയം കർത്താവ് തന്നുകൊണ്ടിരിക്കുക കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. കൂടെയുണ്ട്, ധൈര്യമായിട്ടിരിക്കണം, പുറകോട്ട് പോകരുത്. സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവേ, ഈ നല്ല സായാഹ്നത്തിൽ, ചിലർക്ക് പ്രഭാതത്തിലാകാം, ചിലർക്ക് മധ്യാഹ്നത്തിലാകാം, ചിലർക്ക് രാത്രിയിലാകാം, അവരായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി ഇപ്പോൾ സ്തുതിക്കുമ്പോൾ എന്തൊക്കെയായാലും കർത്താവേ, ഇപ്പോൾ ഈ ടോക്ക് ഇവർ ഒരു സമയത്താണ് കാണുന്നതെങ്കിൽ ഇതേ സമയത്ത് തന്നെ ലോകത്തിലെ ഈ ടോക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന വേറെ ആൾക്കാരുണ്ട്. കർത്താവ്